പാണ്ഡവർ വേഷം മാറി താമസിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ദിവസം വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ അതിഥിയായെത്തി. അദ്ദേഹം പാഞ്ചാല രാജൻ ദ്രുപദന്റെ പുത്രിയുടെ സ്വയംവരത്തെക്കുറിച്ച് പറയുന്നത് പാണ്ഡവർ കേൾക്കാനിടയായി. ഗുരുദക്ഷിണയായി ദ്രുപദനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി ദ്രോണാചാര്യരുടെ മുന്നിൽ സമർപ്പിച്ച ശേഷമുള്ള കഥകളൊന്നും പാണ്ഡവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പാണ്ഡവർ ആ ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ പാഞ്ചാല രാജൻ ദ്രുപദന്റെ കഥ അവരെ വിസ്തരിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. ശിഷ്യന്മാരാൽ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന ദ്രുപദന്റെ പകുതി രാജ്യം ദ്രോണർ തട്ടിയെടുത്തു. ആ വിരോധം ദ്രുപദൻ വച്ചുപുലർത്തി. ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുള്ള ദ്രുപദൻ തന്നെ അപമാനിച്ച് അർദ്ധരാജ്യം തട്ടിയെടുത്ത ദ്രോണരെ വധിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കാനുള്ള ഉപായം ആരാഞ്ഞു. അതിന് അതിമഹത്തായ ഒരു യാഗം കഴിക്കണമെന്ന് മനസ്സിലാക്കിയ പാഞ്ചാല രാജൻ തപോബലമുള്ള ബ്രാഹ്മണരെ കണ്ടെത്തി അവരെ പുരോഹിതന്മാരാക്കിക്കൊണ്ട് അതിമഹത്തായ ആ യാഗം നടത്തി. യാഗകർമ്മങ്ങൾ അവസാനിക്കാറായപ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്ന് ആയുധധാരിയായ ഒരു കുമാരൻ ഉയർന്നു വന്നു. അതോടൊപ്പം ഈ കുമാരൻ ദ്രോണന്റെ ഘാതകനായി തീരുമെന്ന അശരീരിയുമുണ്ടായി. സന്തുഷ്ടനായ ദ്രുപദൻ ആ കുമാരന് ദൃഷ്ടദ്യുമ്നൻ എന്ന് പേരിട്ടു. അതിസുന്ദരിയായ ഒരു പുത്രിയെയും യാഗാഗ്നിയിൽ നിന്ന് പാഞ്ചാല രാജന് ലഭിച്ചു. നല്ല ഭംഗിയുള്ള കൃഷ്ണവർണ്ണമായിരുന്നതിനാൽ അവൾക്ക് അദ്ദേഹം കൃഷ്ണ എന്ന് നാമകരണം ചെയ്തു. പാഞ്ചാല രാജന്റെ പുത്രിയായ ആ പാഞ്ചാലിയുടെ സ്വയംവരമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. തന്റെ ഘാതകനായി ഭൂമിയിൽ ജന്മമെടുത്ത ദൃഷ്ടദ്യുമ്നനെ ആയുധാഭ്യാസമെല്ലാം പഠിപ്പിച്ചത് ദ്രോണാചാര്യർ തന്നെയാണ്. പാഞ്ചാല രാജന്റെ വിവരങ്ങളെല്ലാം ബ്രാഹ്മണനിൽ നിന്നറിഞ്ഞ പാണ്ഡവർ കൃഷ്ണയുടെ സ്വയംവരം നേരിൽ കാണാമല്ലോ എന്ന് കരുതി പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവരുടെ യാത്രാ ഉദ്ദേശം അറിഞ്ഞ വേദവ്യാസൻ അവരുടെ മുന്നിലെത്തി പാണ്ഡവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദിയെ നിങ്ങൾ പരിണയിക്കുന്നത് മംഗളകരം തന്നെ. വ്യാസമുനിയോട് യാത്ര പറഞ്ഞ് ദ്രുപദ രാജധാനി ലക്ഷ്യമാക്കി നടന്ന പാണ്ഡവർ വഴിക്ക് വെച്ച് ഗംഗാനദിയിൽ തൻ്റെ പത്നിമാരോടൊപ്പം രാസക്രീഡ ചെയ്യുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവനെ കണ്ടു. ഏതോ വഴിപോക്കരെന്ന മട്ടിൽ പാണ്ഡവരുടെ മാർഗം തടഞ്ഞ ഗന്ധർവനുമായി അർജുനൻ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടൽ ഗന്ധർവന്റെ മരണത്തിൽ കലാശിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ഗന്ധർവ പത്നിയായ കുംഭീനസി തൻ്റെ പതിയെ കൊല്ലരുതെന്ന് അർജുനനോട് അപേക്ഷിച്ചു. പത്നിയുടെ അപേക്ഷയിൽ തന്നെ വെറുതെ വിട്ട ഗന്ധർവൻ സന്തോഷസൂചകമായി അർജുനന് ചാക്ഷുഷി എന്ന വിദ്യ ഉപദേശിച്ചു കൊടുത്തു. ഈ വിദ്യ അറിയാവുന്നവരോട് മായാവിദ്യകളൊന്നും തന്നെ ഫലിക്കുകയില്ല. തിരിച്ച് അർജുനൻ ആഗ്നേയ ശസ്ത്രപ്രയോഗം ഗന്ധർവനും ഉപദേശിച്ചു കൊടുത്തു. അനന്തരം പാണ്ഡവർ നേരെ പാഞ്ചാലപുരത്തേക്ക് പുറപ്പെട്ടു.